ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരതയുടെ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ തടവിൽ പാർപ്പിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച ജയിലാണ് സെല്ലുലാർ ജയിൽ. 1906 പണികഴിപ്പിച്ച ഈ ജയിൽ കാലാപാനി എന്നും അറിയപ്പെടുന്നു. കാല എന്നാൽ മരണമല്ലെങ്കിൽ സമയമെന്നും പാനി എന്നാൽ വെള്ളമെന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനർത്ഥം. ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലാണ് കുപ്രസിദ്ധമായ ഈ തടവറ സ്ഥിതി ചെയ്യുന്നത്. തടവുകാർക്ക് ഏറ്റവും ക്രൂരമായ ശിക്ഷ വിധിച്ചിരുന്ന ഇവിടെ 698 ജയിലറകളാണ് ഉണ്ടായിരുന്നത്. 1857 ഇന്ത്യൻ കലാപം അഥവാ ശിപ്പായി ലഹളയിൽ ആൻഡമാൻ ദ്വീപുകൾ ബ്രിട്ടീഷുകാർ ജയിലായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും 1896 സെല്ലുലാർ ജയിലിന്റെ പണി ആരംഭിച്ചത്. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നപ്പോൾ തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയെന്ന് കരുതുന്ന ഏതൊരു വിപ്ലവകാരിയെയും ആൻഡമാനിലെ കുപ്രസിദ്ധമായ സെല്ലുലാർ ജയിലിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ അയക്കുമായിരുന്നു. ഇതിനെ കാലാപാനിയുടെ ശിക്ഷ എന്നാണ് വിളിച്ചിരുന്നത്. സെല്ലുലാർ ജയിലിലെ സെല്ലുകളിൽ തടവുകാർക്ക് ശരിയായി നിൽക്കാനോ ഉറങ്ങാനോ പോലും ഇടമുണ്ടായിരുന്നില്ല. സൂര്യപ്രകാശം പോലും ഈ മുറികളിൽ എത്തിയിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ ജയിൽ പണി കഴിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തീരുമാനത്തിന് പിന്നിലുള്ള പ്രധാന കാരണം ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം കടലല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത പോർട്ട് ബ്ലെയറിൽ നിന്ന് എത്ര ശ്രമിച്ചാലും അന്നത്തെ കാലത്ത് ഒരു കുറ്റവാളിക്ക് ജീവനോടെ രക്ഷപ്പെടാനാകില്ല എന്നത് തന്നെയായിരുന്നു. മാത്രമല്ല പുറം ലോകം അറിയാതെ ഏതൊരു ക്രൂരപീഡനവും നടപ്പിലാക്കാൻ അനുയോജ്യമായ സ്ഥലം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ടായിരുന്നു. 1857 കലാപത്തിന് ശേഷം നിരവധി വിമതരെ വധിക്കുകയും ബാക്കിയുള്ളവരെ ആജീവനാന്ത തടവിനായി ആൻഡമാനിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നെയും ഇവിടെ തടവുകാർ വന്നുകൊണ്ടേയിരുന്നു. പ്രതിരോധിച്ചവരെയും സഹിക്കാൻ വയ്യാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും കൊന്നൊടുക്കി. ദ്വീപിലെ തടവുകാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരെ താമസിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് സെല്ലുലാർ ജയിൽ. ഇവിടേക്ക് നാടുകടത്തപ്പെട്ട കുറ്റവാളികളെ കൊണ്ട് നിഷ്ഠൂരമായി പണിയെടുപ്പിച്ചാണ് ബ്രിട്ടീഷുകാർ കാലാപാനി എന്നറിയപ്പെടുന്ന സെല്ലുലാർ ജയിൽ നിർമ്മിച്ചത്. 1896 പണി തുടങ്ങി 1906 ജയിൽ നിർമ്മാണം പൂർത്തിയായത്. കരിങ്കല്ലുകൊണ്ട് പണിത സെല്ലുലാർ ജയിലിന്റെ മുൻവശത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, അതുകഴിഞ്ഞ് നടുവിൽ ഉയർന്നു നിൽക്കുന്ന പാറാവു മാളിക. ഈ പാറാവു മാളികയോട് ചേർന്ന് അനുബന്ധമായി 3 നിലയിൽ പണിത വ്യത്യസ്ത നീളങ്ങളുള്ള 7 ബ്ലോക്കുകൾ. അങ്ങനെയായിരുന്നു ഇതിന്റെ ഘടന. ഏകാന്ത തടവിനുള്ള 698 സെല്ലുകളാണ് ഈ ബ്ലോക്കുകളിൽ ഉണ്ടായിരുന്നത്. ഓരോ സെല്ലുകൾക്കും 4.5 മീറ്റർ നീളവും 2.7 മീറ്റർ വീതിയുമാണ്. പുറം ലോകത്ത് നിന്നുള്ള ശബ്ദം പോലും കേൾക്കാത്ത വിധത്തിൽ 3 മീറ്റർ ഉയരത്തിലുള്ള ചെറിയ വെന്റിലേറ്ററുകളിലൂടെ പരിമിതമായ കാറ്റും വെളിച്ചവും മാത്രമേ തടവുകാർക്ക് ലഭിച്ചിരുന്നുള്ളൂ. വിവിധ നീളങ്ങളിലുള്ള 7 ബ്ലോക്കുകളുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന പാറാവു മാളികയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഈ പാറാവു മാളികയിലൂടെ മാത്രമേ ഓരോ ബ്ലോക്കിലേക്കും പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. വിചിത്രമായ ശിക്ഷാരീതികളായിരുന്നു ബ്രിട്ടീഷുകാർ അവിടെ നടപ്പിലാക്കിയിരുന്നത്. തേങ്ങ പൊതിച്ച് പച്ച ചകിരി പിരിച്ച് കയറുണ്ടാക്കുകയും പച്ച തേങ്ങ ആട്ടി വെളിച്ചെണ്ണ എടുക്കലും ഒക്കെ ശിക്ഷയിൽ ഉൾപ്പെട്ടിരുന്നു. എണ്ണയ്ക്കായി ആട്ടുന്ന ചക്കിന്റെ പിടിയിൽ നല്ല ഭാരമുള്ള കട്ട തൂക്കിയിടുമായിരുന്നു. പണിയെടുത്ത ദിവസവും നിശ്ചിത അളവിൽ കയറും വെളിച്ചെണ്ണയും നൽകാത്ത തടവുകാരെ പരസ്യമായി എല്ലാവരും കാണുന്ന വിധത്തിൽ ജയിൽ മുറ്റത്ത് പ്രത്യേകമായി ഉണ്ടാക്കിയ സ്റ്റാൻഡിൽ കെട്ടിയിട്ട് പ്രാകൃതമായ രീതിയിൽ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നതും ശിക്ഷയുടെ ഭാഗമായിരുന്നു. ഇതിനെതിരെ വീറോടെ പ്രതികരിക്കുന്ന പല സ്വാതന്ത്ര്യ സമര സേനാനികളും മനുഷ്യത്വരഹിതവും സങ്കല്പിക്കാനാവാത്തതുമായ പീഡനങ്ങളിലൂടെയാണ് അന്ന് കടന്നുപോയത്. പലരെയും തൂക്കിക്കൊന്നു. ഇവിടെ അടച്ചാൽ മാതൃ രാജ്യത്തേക്ക് മടക്കമില്ല എന്നായിരുന്നു അക്കാലത്തെ വിശ്വാസം. സെല്ലുലാർ ജയിലിലെ ദുരിതത്തിലായ തടവുകാർ ജയിൽ ഉദ്യോഗസ്ഥരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പ്രതിഷേധിച്ചു തുടങ്ങി. 1932 37 ഇടയിൽ തുടക്കത്തിൽ തടവുകാർ കൂട്ടനിരാഹാരം നടത്തി. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഭഗത് സിംഗിന്റെ കൂട്ടാളിയായ മഹാവീർ സിംഗ് ഇവിടുത്തെ ക്രൂരമായ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരം നടത്തിയിരുന്നുവെങ്കിലും അധികാരികൾ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് പാൽ കുടിപ്പിക്കാൻ ശ്രമിക്കുകയും ഇത് ശ്വാസകോശത്തിലേക്ക് കടക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മൃതദേഹം യാതൊരു ആദരവുമില്ലാതെ ബ്രിട്ടീഷുകാർ കടലിൽ എറിഞ്ഞു കളഞ്ഞു. 1937 ജൂലൈയിൽ ആരംഭിച്ച അവസാന നിരാഹാര സമരം 45 ദിവസം തുടർന്നു. 1937-38 കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ഇടപെടലിനെ തുടർന്ന് സെല്ലുലാർ ജയിലിലെ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും തിരിച്ചയക്കാൻ സർക്കാർ തീരുമാനിച്ചു. 1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരെ കീഴടക്കി ജയിൽ ജപ്പാൻകാർ അവരുടെ അധീനതയിലാക്കി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1943 ഡിസംബർ 29 താൽക്കാലികമായി സർക്കാർ മേധാവിയായി സെല്ലുലാർ ജയിൽ സന്ദർശിച്ചു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് 1945 ബ്രിട്ടീഷുകാർ ദ്വീപുകളുടെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുത്തു.
കൊടുത്തു. 1941 ഭൂകമ്പത്തിലുണ്ടായ നാശനഷ്ടത്തിനെ തുടർന്ന് ജയിലിന്റെ 7 ബ്ലോക്കുകളിൽ 4 എണ്ണം പിന്നീട് പൊളിക്കേണ്ടി വന്നു. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം പഴയ രാഷ്ട്രീയ തടവുകാരിൽ പലരും ദ്വീപുകൾ സന്ദർശിച്ചു. അവരുടെ അസോസിയേഷൻ എക്സ് ആൻഡമാൻ പൊളിറ്റിക്കൽ പ്രിസൺസ് ഫ്രറ്റേണിറ്റി സർക്കിൾ അവശേഷിക്കുന്ന 3 ബ്ലോക്കുകൾ സംരക്ഷിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 1979 ഫെബ്രുവരി 11 അന്നത്തെ പ്രധാനമന്ത്രി സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് ഈ ജയിൽ ഇന്നും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. ഈ ജയിലിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മ്യൂസിയമാണ്. ഇവിടുത്തെ മുഴുവൻ ചരിത്രവും സംഭവങ്ങളും ചിത്രങ്ങളായും എഴുത്തുകളായും നിർമ്മിതികളായും ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ജയിലിലെ തടവുകാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാം. ജയിലിൽ അന്ന് നടപ്പിലാക്കിയിരുന്ന ശിക്ഷകളുടെ മാതൃകകളും ഈ സെല്ലുലാർ ജയിലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.